ഹലോ, ഇന്ന് നമ്മളൊരു വിഷു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. വിഷുവായിട്ട് ഒരു ഫോട്ടോഷൂട്ട് എടുത്തില്ലെങ്കിൽ മോശമല്ലേ? അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. ഞങ്ങൾ ലൊക്കേഷൻ കണ്ടുവച്ചിരുന്നത് ഒരു ആറ്റിൻ്റെ സൈഡിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്നാംമൂട് വട്ടിയൂർക്കാവ് കഴിഞ്ഞിട്ട് മൂന്നാംമൂട് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഈ ആറ് ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ പോയി ഫോട്ടോഷൂട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ റിച്ചുകുട്ടനെ വെച്ചിട്ടും അല്ലാണ്ട് നമ്മൾ കപ്പിളായിട്ടൊക്കെ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത കേട്ടോ. നമ്മൾ റിച്ചുകുട്ടനെ അവിടെ ഇവിടെയൊക്കെ നിർത്തി നടത്തി ഇരുത്തിയൊക്കെ കുറേ വീഡിയോസ് എടുത്തു. പിന്നെ ആറ്റിൻ്റെ കരയുകൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അവനെ നടക്കി നിർത്താൻ. കാരണം അവന് വെള്ളത്തിലിറങ്ങണം എന്നുള്ളൊരു വാശി പിടിച്ചുള്ള കരച്ചിലായിരുന്നു. ഞാൻ എൻ്റെ അമ്മയും അനിയനുമായിട്ടാണ് പോയത്. അവനാണ് ഫോട്ടോ എല്ലാം എടുത്ത് തന്നത്, വീഡിയോസൊക്കെ എടുത്തത്. ഞങ്ങളുടെ പോസ്റ്റ് വെഡിങ് ഷൂട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ മനസ്സിൽ വന്ന ലൊക്കേഷൻ ഇതാണ്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും വേറെ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു നമുക്കൊരു ഫോട്ടോഷൂട്ടിൻ്റെ പോയിന്റ് കിട്ടാനായിട്ട്. റിച്ചുട്ടൻ അവിടെ ഓരോന്ന് കണ്ടിട്ട് അത് ഇതൊക്കെ പറയുകയാണ്. പോരാത്തന്നെ അവിടെ ഒരു മാവ് നിറച്ച് മാങ്ങ നിൽപ്പുണ്ടായിരുന്നു. അവൻ അപ്പത്തിൻ്റെ അടുത്ത് മാങ്ങ വെച്ചതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അവനിട്ടിരുന്ന മുണ്ടൂരി കഴിഞ്ഞിട്ട് നേരെ മാങ്ങ വെച്ചാൻ പോകാനായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് അവൻ നിന്നത്. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒരു 1 hour എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കാട് പിടിച്ച വഴി കൂടെ തിരിച്ച് നടന്നു വരികയാണ്. ഒത്തിരി പുല്ലൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് തന്നെ പാമ്പോ വല്ലതും എൻ്റെ ഇടയിൽ ഉണ്ടാവുമോ നല്ല പേടിയുണ്ടായിരുന്നു. പേടിച്ച് വരച്ചിട്ടാണ് നടന്നത്. കുറേ പാറക്കെട്ടുകളും കുറേ പുല്ലിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് നമ്മൾ നടന്നു വന്നത്. അമ്മയും ആ വഴി വരുന്ന ആ വഴിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അമ്മ നടന്നു വന്ന ഈ വഴി കൂടെയാണ് ഞങ്ങൾ നടന്നു വന്നത്. ഒത്തിരി അങ്ങ് ദൂരെ പോകേണ്ടി വന്നു. ഇത് ആയിരവല്ലി ക്ഷേത്രമാണ്. വട്ടിയൂർക്കാവ് കഴിഞ്ഞിട്ട് കുറച്ച് പോകുമ്പോൾ ഒത്തിരി മരണങ്ങൾ നടന്നിട്ടുള്ളൊരു സ്ഥലം കൂടെ. അത് അവിടെ ബോർഡ് വെച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാർ കുളിക്കാനിറങ്ങി മരിച്ചിട്ടുള്ളൊരു സ്ഥലം അത്. അപ്പോൾ അവിടെ വെള്ളത്തിലിറങ്ങുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളൊരു സൈൻ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായത്. ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി. കാറ് കുറച്ച് മുകളിലായിട്ടാണ് പാർക്ക് ചെയ്തത്. അവിടെ താഴെ വണ്ടി ഇറങ്ങാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ നേരെ നടന്ന് മുകളിലേക്ക് പോവുകയാണ്. റിച്ചൂട്ടിൻ്റെ ഈ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ നല്ല എക്സൈറ്റഡ് ആണ്. എപ്പോഴും നമുക്ക് ഫോട്ടോ എടുക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് ഫോട്ടോഷൂട്ട് പോലെ എനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇൻട്രസ്റ്റാണ് നമ്മളിവിടെ വരാനായിട്ട്. പിന്നെ നമ്മൾ വീട്ടിൽ കണി ഒരുക്കുന്നുണ്ട്. ഇത്തവണത്തെ വിഷു എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി സ്പെഷ്യലാണ്. കാരണം നമ്മൾ വീട് വെച്ചിട്ടുള്ള ഫസ്റ്റ് വിഷുവാണിത്. അപ്പം പുതിയ വീട്ടിലെ ആദ്യത്തെ വിഷു. അപ്പോൾ അത് കുറച്ച് സ്പെഷ്യലാണല്ലോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒരുക്കാറുള്ള തയ്യാറെടുപ്പിലാണ്. റിച്ചുകുട്ടൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അവൻ പുതിയ വീട്ടിലെ വിഷു കൂടാനായിട്ട് എല്ലാം എടുത്ത് വെച്ച് അടുക്കി വെച്ച് അതിൻ്റെ ഇടയിൽ അതിനേക്കാട്ടിലുപരി കുറച്ച് കുരുത്തക്കേടും കാണിച്ചിട്ടാണ് അവൻ നിൽക്കുന്നത്. അവിടെ കൃഷ്ണൻ്റെ അടുത്ത് വെക്കാൻ വാങ്ങിയ തുളസി ഇലയിലോ അവിടെ തട്ടിയിട്ട് കുറേ കുരുത്തക്കേടുകളൊക്കെ കാണിച്ചിട്ട് നിൽക്കുകയാണ് ആശാൻ. പക്ഷെ അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അവൻ താനെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് അടുക്കി വെച്ച് കവറിൽ നിന്ന് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചതൊക്കെ അവൻ ഓരോന്നായിട്ട് പറക്കി വെച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ പൈനാപ്പിൾ പോയി പിടിച്ചപ്പോൾ കയ്യിൽ മുള്ളുകുത്തി കയറി. ഞാൻ പറഞ്ഞത് എടുക്കണ്ട, അതാ ഞാൻ എടുത്തോളാം, നീ ബാക്കിയെല്ലാം കൊണ്ടുവച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒഴിവാക്കി പൈനാപ്പിൾ ഒഴിവാക്കിയിട്ട് അവൻ ബാക്കി ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഓരോന്നായിട്ട് കൊണ്ടുവച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവൻ വെച്ച പോലെ ഇങ്ങനെയല്ല കേട്ടോ വെച്ചത്. ഞാൻ പിന്നെ അതിൽ നിന്ന് തട്ടത്തിൽ നിന്ന് ഫ്രൂട്ട്സ് ഇതൊക്കെ മാറ്റിയിട്ട് ഫ്രൂട്ട്സൊക്കെയാണ് വെച്ചത് തട്ടത്തിൽ. എന്നിട്ട് അവരെല്ലാം വെച്ച് കഴിഞ്ഞ് അവൻ തൊഴുത് ഭയങ്കര തുള്ളിച്ചാട്ടമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ കണിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അവസാനം ഒരു ഫൈനൽ ലുക്ക്. കണിക്കൊന്നും പൂ കിട്ടാനില്ല, അതുകൊണ്ട് തന്നെ അതുണ്ടായില്ലായിരുന്നു. ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് പൂവും വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ. പിന്നെ എൻ്റെ LED ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ ഒരു ഭംഗിയും കൂടെ വന്നു. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. രാവിലെ എഴുന്നേറ്റ് ഞാൻ 3 മണിയായപ്പോൾ തന്നെ എഴുന്നേറ്റ് കണി കണ്ട് അപ്പോൾ തന്നെ കുളിച്ചിട്ട് വിളക്ക് കത്തിച്ചു. ഇത്തവണത്തെ വിഷു നമ്മുടെ പുതിയ വീട്ടിൽ കൂടാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.